എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട് ആൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആളൊരു മൂന്ന് വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. ആൾ കുക്കിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്, കുക്കിംഗ് ചാനലാണല്ലേ. അപ്പോൾ ആൾക്ക് ഇടയ്ക്കൊക്കെ ആദ്യമൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആൾക്ക് അധികം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു യൂട്യൂബിൽ നല്ല റീച്ച് ഒക്കെ കിട്ടാനായിട്ട് എന്താണ് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഒരു കസിൻ യൂട്യൂബിൽ അത്യാവശ്യം നല്ല റീച്ചായി നിൽക്കുന്ന ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സമീപിച്ചത്. ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് എൻ്റെ കസിൻ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ട് തന്നു. ആ വോയിസ് മെസ്സേജ് ഞാൻ ഒബ്വിയസ്ലി ഞാനത് കേട്ടു. അപ്പോൾ ഞാൻ അവൾക്ക് ഫ്രണ്ടിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അത് അവിടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. പിന്നെ ഞാനിങ്ങനെ ആ വോയിസ് എൻ്റെ കസിൻ്റെ വോയിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് എൻ്റെ വേറെ കസിനൊക്കെ എൻ്റെ അടുത്ത്, പിന്നെ ഇവിടെ മദർ ഇൻ ലോ ഒക്കെ എന്നോട് പറഞ്ഞു, നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ, നമ്മളെന്നും കുക്കിംഗ് ചെയ്യണതല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ടൂടെ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല മെയിനായിട്ടുള്ള കാര്യം എങ്ങനെയാണ് അതൊക്കെ വീഡിയോ എടുക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ വലുതൊക്കെ തന്നെ, എന്നിരുന്നാലും ഒരുപാട് പണിയുണ്ട് എന്നൊക്കെയാണ് എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മുതിർന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ വോയിസ് കേട്ടത് പിന്നെ ഞാനൊന്നും കൂടെ ആലോചിച്ചുകൊണ്ടിരുന്നു. മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും കാണുന്നില്ല. ഇതൊക്കെ വെറുതെ എടുത്ത് നമുക്ക് ചെയ്തുകൂടെ എന്നൊരു തോന്നില്ല. അപ്പോൾ ഈ വോയിസിൽ നിന്നും കുറേ കാര്യങ്ങൾ ഇന്ന ആപ്പിലാണ് ചെയ്യുക, ആപ്പുകൾ ഒരുപാടുണ്ട്, ഇങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ അതൊക്കെ ഒന്ന് വെച്ചൊന്ന് ഒരു കറി ഉണ്ടാക്കുന്ന വീഡിയോ വെറുതെ വീഡിയോ എടുത്തു. അതിനെ ആ വോയിസിൽ പറഞ്ഞ ഒരു ഐഡിയ പ്രകാരമൊക്കെ ഞാൻ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എന്നിട്ട് യൂട്യൂബിലേക്ക് പോയി അത് അപ്ലോഡ് ചെയ്യാനായിട്ട് പോയി. അത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അബദ്ധത്തിൽ എങ്ങനെയോ ഞാൻ എൻ്റെ മൂത്ത മോനുണ്ടായിരുന്നു, അവന് കൂടിയിട്ടാണ് ചെയ്തത്. ഞാൻ അവൻ പറഞ്ഞു മമ്മി ഇതങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്തൊക്കെയോ ചെയ്തു. അബദ്ധത്തിൽ പെട്ടെന്ന് അത് അപ്ലോഡായി പോവുക ചെയ്തത്. അപ്പോൾ അപ്ലോഡിങ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അപ്ലോഡ് ആയത്, അല്ലെങ്കിൽ എന്താ ചെയ്യാതൊന്നും എനിക്ക് അറിയണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്ലോഡായി, അത് പബ്ലിക് ആക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാം, അങ്ങനെ ഇന്ന ടൈമിൽ പബ്ലിഷ് ആക്കാം, അതൊന്നും അറിയണ്ടായില്ല. അബദ്ധത്തിൽ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അത് നമ്മുടേതായ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മൾ ചെയ്തൊരു സംഭവം ഇപ്പോൾ ഒരു യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ആവാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് അങ്ങനെ സംഭവിച്ചപ്പോൾ, ആ ഒരു വീഡിയോ പുറത്ത് വന്നപ്പോൾ അതിങ്ങനെ നമ്മൾ തന്നെ കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷമായി. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് എനിക്ക് പുതിയ വീഡിയോസ് വീണ്ടും വീഡിയോസ് ചെയ്യണം എന്ന് ചിന്ത ഉണ്ടായതും. ഞാൻ അങ്ങനെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ.